ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തേർഡ് മോഡ്യൂളിലെ ഒരു പോർഷനാണ്. ഇതിലെ ടാഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 3 എന്ന് പറയുന്നത് തേർഡ് മോഡ്യൂളിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തേർഡ് മോഡ്യൂളിലെ ഒരു പോർഷനാണ് പഠിക്കുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് വളരെ ലോജിക്ക്, കോമൺ സെൻസ് വെച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടോപ്പിക്കാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിപ്രീസിയേഷൻ എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ തിയറി ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കും, പ്രോബ്ലംസും ഉണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലംസ് ചോദിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് നമ്മൾ ഈ ടോപ്പിക്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ 2 വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഡിപ്രീസിയേഷനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനും അതിൻ്റെ കൺസെപ്റ്റും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ മെത്തേഡും കൂടെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കി 3 മെത്തേഡ്സിനെ പറ്റി അടുത്ത വീഡിയോയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം എന്താണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഡിവൈസ് അത് ഉപയോഗിക്കും തോറും അതിൻ്റെ വാല്യൂ, മണി വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ മണി വാല്യൂ കുറഞ്ഞു വരാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. തേയ്മാനം സംഭവിക്കും, അല്ലെങ്കിൽ അതിലുള്ള ആ മെഷീനിലുള്ള ഓരോ കമ്പോണൻസ് ഒക്കെ കംപ്ലൈൻ്റ് ആയി തുടങ്ങുമ്പോഴേക്കും ആ മെഷീൻ്റെ വാല്യൂ കുറയും. പിന്നെ പെർഫോമൻസിൻ്റെ പെർഫോമൻസ് ഒക്കെ കുറഞ്ഞെന്നിരിക്കും. ചിലപ്പം കൂടുതൽ കാലം ഉപയോഗിക്കും തോറും പവർ എഫിഷ്യൻ്റ് അല്ലാതെയാവും. അതായത് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുക എന്ന രീതിയിലൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ റീസൺസ് കൊണ്ടാണ് ഈ മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസസ് ഒക്കെ ഓരോ കാലം കഴിയും തോറും അതിൻ്റെ മണി വാല്യൂ കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പണ്ട് ഒരു 5-6 വർഷം മുന്നേ ഒരു കാർ വാങ്ങിച്ചായിരുന്നു, മാരുതി ഓൾട്ടോ. സെക്കൻഡ് ഹാൻഡ് കാറാണ് വാങ്ങിച്ചത്. ഇപ്പം മാരുതി ഓൾട്ടോ കാർ വാങ്ങിച്ചത് 6 വർഷം പഴക്കമുള്ള ഒരു കാറാണ് ഞാൻ വാങ്ങിച്ചത്. ഓയിൽസിൽ നിന്നൊക്കെ നോക്കി ഓണറിനെ ചെന്ന് കണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച കാറിൻ്റെ ആക്ച്വലായിട്ടുള്ള വില എന്ന് പറയുന്നത് 3,50,000 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇതാണല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. 3.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ആ ഓണർ ആ ഓൾട്ടോ കാർ. 3.5 ലക്ഷത്തിനാണ് അന്ന് വാങ്ങിച്ചത്. അങ്ങേരെ ഒരു 6 വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് അത് വിൽക്കുന്നത്. ഞാനത് 2 ലക്ഷം രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. അപ്പോൾ അതായത് പുതിയ ഓൾട്ടോ വണ്ടി വന്ന് 3.5 ലക്ഷത്തിന് അങ്ങേരെ വാങ്ങിച്ചത് 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരെ അത് സെക്കൻഡ് ഹാൻഡ് കൊടുത്തപ്പോൾ അയാൾക്ക് ആകെ 2 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. അതായത് 1.5 ലക്ഷം രൂപ അയാൾക്ക് നഷ്ടമായി. അത് സത്യം പറഞ്ഞാൽ നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ 6 വർഷം ആ വണ്ടി ഉപയോഗിച്ചല്ലോ. അപ്പോൾ 6 വർഷം വണ്ടി ഉപയോഗിച്ചതുകൊണ്ട് അതൊരു പഴയ വണ്ടിയാണ്. അപ്പോൾ പഴയ വണ്ടി കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള എമൗണ്ട് കുറയും. അപ്പം 2 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതായത് ഈ 6 വർഷം കൊണ്ട് ആ വണ്ടിക്ക് 1.5 ലക്ഷം രൂപ ഡിപ്രീസിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 6 വർഷം കൊണ്ട് ആ കാറിൻ്റെ മണി വാല്യൂ 1.5 ലക്ഷം രൂപ ഡിപ്രീസിയേറ്റ് ചെയ്തു എന്ന് പറയാം. അതായത് കാർ ആ ഓണർ വാങ്ങിച്ച സമയത്ത് 3.5 ലക്ഷമായിരുന്നു. അത് ഒരു 6 വർഷം കഴിഞ്ഞിട്ട്, 6 വർഷം അങ്ങനെ ഉപയോഗിച്ചിട്ട് അത് വിറ്റപ്പോഴത്തേക്കും, സെക്കൻഡ് ഹാൻഡ് കൊടുത്തപ്പോഴേക്കും അത് 2 ലക്ഷം രൂപ അങ്ങനെ കിട്ടിയുള്ളൂ. അതായത് ബാക്കി 1.5 ലക്ഷം രൂപ അയാൾക്ക് നഷ്ടമായി. അത് നഷ്ടമല്ല, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണെന്ന് പറയാം. അപ്പോൾ 6 വർഷം കൊണ്ട് ആ കാറിൻ്റെ വാല്യൂ 1.5 ലക്ഷം രൂപ കുറഞ്ഞു. ആ ഒരു സംഭവത്തിനെയാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ടെക്നിക്കലി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഡിപ്രീസിയേഷൻ സാധാരണ പെർ ഇയർ കണക്കിലാണ് നമ്മൾ സാധാരണ പറയുന്നത്. പെർ ഇയർ കണക്ക് ഇപ്പോൾ ഈ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ 6 വർഷം കൊണ്ട് 1.5 ലക്ഷം രൂപയാണ് കുറഞ്ഞതെന്ന് പറയും. അപ്പം മാത്തമാറ്റിക്കലി നമുക്ക് ഒരു വർഷം 25,000 രൂപ വെച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് വേഗമായിട്ട് പറയാം. റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ മാത്തമാറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വർഷം 25,000 രൂപ വെച്ച് കാറിൻ്റെ വില കുറഞ്ഞു എന്ന് നമുക്കിവിടെ പറയാം. ഈ 25,000 എന്ന് പറയുന്നതാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. ആക്ച്വലായിട്ടുള്ള സാധാരണ ഡിപ്രീസിയേഷൻ പെർ ഇയർ കണക്കിലാണ് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും 25,000 റുപ്പീസ് വെച്ച് ആ കാറിൻ്റെ മണി വാല്യൂ കുറഞ്ഞു അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ടോട്ടൽ ഡിപ്രീസിയേഷനാണ് ഈ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ് ടു 6 ഇയേഴ്സ്, 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണ് 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സാധാരണ പെർ ഇയർ കണക്കിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 25,000 ആണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ഡിപ്രീസിയേഷൻ 1.5 ലക്ഷം രൂപ എന്ന് പറയും. അപ്പോൾ ഈ കാറിൻ്റെ കേസിൽ തന്നെ അതിൻ്റെ വില കുറയുന്നതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ആക്ച്വലി കോമൺ സെൻസ് വെച്ചൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം കാറ് ഓരോ വർഷം കഴിയും തോറും കാറിൻ്റെ വില കുറയും. പിന്നെ എത്ര കിലോമീറ്റേഴ്സ് ഓടി എന്നതിനെ നോക്കിയും കാറിൻ്റെ വില മാറാറുണ്ട്. ഇപ്പം ഈ കേസ് തന്നെ 6 വർഷം ഓടിയ കാറ് തന്നെ, ചില കാർ ഇപ്പം ഒരു 6 വർഷം ഉപയോഗിച്ച കാറ് ഒരു 20,000 കിലോമീറ്ററേ ഓടിയുള്ളൂ എങ്കിൽ അതിന് ചിലപ്പോൾ കൂടുതൽ വില കിട്ടും. അതേസമയം 6 വർഷം കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടിയെങ്കിൽ അതിനേക്കാളും വില കുറച്ചേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി തന്നെ 30,000 ഓടിയായിരുന്നു, 6 വർഷം കൊണ്ട് 30,000 കിലോമീറ്റർ ഓടിയായിരുന്നു. അതാണ് എനിക്ക് 2 ലക്ഷം രൂപയ്ക്ക് കിട്ടിയത്.
ഇതേ കാർ തന്നെ 6 വർഷം കൊണ്ട് 1,00,000 കിലോമീറ്റർ ഓടിയെങ്കിൽ ഞാൻ ചിലപ്പോൾ 1,00,000 രൂപയെ കൊടുക്കത്തുള്ളൂ. കാരണം അത്രത്തോളം വിയർ ആൻഡ് ടിയർ ഒക്കെ ആ വണ്ടിക്ക് സംഭവിച്ചു. അതാണല്ലോ ഓടിയെന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആ വണ്ടിക്ക് ലൈഫ് കുറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ 6 വർഷം കൊണ്ട് 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിയെന്ന് പറഞ്ഞാൽ ലൈഫ് അത്രത്തോളം കുറഞ്ഞു. പിന്നെ എനിക്ക് അധികം നാളെ വണ്ടി ഉപയോഗിക്കാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂ ഒക്കെ കുറയും. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും വണ്ടിയുടെ വില ഡ്രാസ്റ്റിക്കായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് കൊളീഷനൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സൈഡ് വിൻഡോയോ അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ കാര്യമായിട്ട് കുറയും. അതാണ് ഈ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയൊക്കെ കാർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ആൾക്കാർ നോക്കണം. ആക്സിഡൻറ്റ് ഒക്കെ സംഭവിച്ച വണ്ടിയാണ് എങ്കിൽ ഒരുപാട് റീസെയിൽ വാല്യൂ കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എത്ര കിലോമീറ്റർ ഓടി, റീസെയിൽ വാല്യൂ ഒക്കെ എങ്ങനെയാണ്, പിന്നെ സർവീസ് ഹിസ്റ്ററി എടുത്ത് നോക്കുക. അയാൾ കൃത്യമായിട്ട് സർവീസൊക്കെ ചെയ്തോ എന്നും നോക്കാറുണ്ട് സാധാരണ. അപ്പോൾ കറക്റ്റായിട്ട് സർവീസൊക്കെ ചെയ്ത വണ്ടിയാണെങ്കിലാണ് ആവശ്യത്തിന് റീസെയിൽ വാല്യൂ കിട്ടുന്നത്. ചില ആൾക്കാരാണെങ്കിൽ വണ്ടി എടുത്ത് 1-2 വർഷം കഴിഞ്ഞ് പിന്നെ സർവീസേ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന വണ്ടിയുടെ ലൈഫ് കുറവായിരിക്കും. അങ്ങനത്തെ വണ്ടിയാണ് റീസെയിൽ വാല്യൂവും കുറയും. അപ്പോൾ ഈ സർവീസും എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കിയും ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ തുരുമ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാനൊക്കെ, പിന്നെ ഭാഗങ്ങളൊക്കെ തുരുമ്പിച്ചോ, അതിൻ്റെ പാർട്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടോ, ഇൻറ്റീരിയറൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ എത്രത്തോളം ക്ലീൻ ആയിട്ട് അയാൾ മെയിൻറ്റെയിൻ ചെയ്തു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു വാല്യൂ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ 2,00,000 രൂപ എന്ന വില പറഞ്ഞതും അയാൾ ആ വിലയ്ക്ക് എനിക്ക് തന്നത്. അപ്പം ഞാൻ ഈ 2,00,000 രൂപ വില പറഞ്ഞതെന്ന് സത്യം പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ല, ടെക്നിക്കലായിട്ടുള്ള ഫോമുലയും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം റിസർച്ച് നടത്തിയും ഒന്നുമല്ല ഞാൻ ഈ വില ഒന്ന് പറഞ്ഞത്. എനിക്ക് കൺവീനിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസേർവിങ് ആയിട്ട് ആ വണ്ടിക്ക് കൊടുക്കാം എന്ന് കരുതിയ ഒരു വില എന്ന രീതിയിലാണ് ഞാൻ ഈ വില പറഞ്ഞത്. അപ്പോൾ ഈ കാറൊക്കെ അല്ലെങ്കിൽ ബൈക്കൊക്കെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അല്ല മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ചൊന്നും നമ്മളൊന്നും കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ കമ്പനീസിൽ, അതായത് ഫാക്ടറീസിൽ അല്ലെങ്കിൽ അസംബ്ലി പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ അവിടെ മെഷീൻസൊക്കെ ഈ പഴകും തോറും അതിനനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടാവാറുണ്ട്. കുറേ നാൾ കഴിയുമ്പോഴേക്കും ആ മെഷീൻ കൊടുത്തിട്ട് പുതിയ മെഷീനൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എത്രത്തോളം വില കിട്ടുന്നു, ഓരോ വർഷം കഴിയും തോറും എത്ര എമൗണ്ട് വെച്ച് വില കുറയുന്നു എന്നൊക്കെ അവർക്ക് അക്കൗണ്ടിങ് പർപ്പസിനൊക്കെ ഒരുപാട് ആവശ്യമായിട്ട് വരും. മാത്രമല്ല പുതിയ മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ പഴയ മെഷീൻ കൊടുക്കണമല്ലോ, വേറെ ആർക്കും കൊടുക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ കറക്റ്റായിട്ട് അവർ എമൗണ്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്താണ് അവർ എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാന്റിൽ അല്ലെങ്കിൽ ഫാക്ടറീസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനീസിലൊക്കെ ഈ ഡിവൈസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതനുസരിച്ച് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടാണ് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ കാറിന് അല്ലെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ സെക്കൻഡ് ഹാൻഡ് വില കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡല്ല നമ്മൾ പഠിക്കുന്നത്. കാരണം അതൊക്കെ റിയൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെയല്ല കമ്പനീസിൽ ഈ മെഷീൻസിൻ്റെ ഡിപ്രീസിയേഷൻ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഇപ്പോൾ 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ കാർ എന്ന് പറയുന്നത് ഇപ്പോൾ മാരുതി കാറാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് ഏകദേശം 15 അല്ലെങ്കിൽ 18 ഇയേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനൊക്കും. ലൈഫ് ഓഫ് എ കാർ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. മാരുതി കാറിന് 18 വർഷമൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ 20 വർഷം ആയ മാരുതി കാർസ് നിങ്ങൾക്ക് കാണാറുണ്ട്. ചിലപ്പോൾ 15 വർഷം ആകുമ്പം തന്നെ മാരുതി കാർ ചിലപ്പം കട്ടയും പടം മടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനൊക്കും. അപ്പോൾ എന്തായാലും എല്ലാ ഡിവൈസും അല്ലെങ്കിൽ എല്ലാ മെഷീൻസിനും ഒരു പർട്ടിക്കുലർ ലൈഫ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ലൈഫ് ഉള്ളിടത്തോളം കാലം ആ ലൈഫിൻ്റെ ഉള്ളിലുള്ള ആ പീരീഡിലായിരിക്കും ആ മെഷീൻ അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് കാര്യമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, ഇതൊന്നും ആവാതെ കൂടുതൽ കംപ്ലയിൻ്റ് ഒന്നും ആവാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആ കാലഘട്ടമാണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ മെഷീനും ഡിപ്പെൻഡ് ചെയ്യും. കമ്പനിക്കാർ തന്നെയായിരിക്കും മിക്കവാറും ആ ഒരു ലൈഫ് എത്രയാണെന്ന് പറയും. ഇപ്പം ഒരു വലിയ കമ്പനിയിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി അവർ വാങ്ങിക്കുകയാണെന്ന് കരുതി, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തൊരു മെഷീനറി വാങ്ങിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലൈഫ് എത്രയാണെന്ന് കൃത്യമായിട്ട് ആ കമ്പനി പറഞ്ഞിരിക്കും. അല്ലാതെ 10 ലക്ഷം രൂപ കൊടുത്തൊരു മെഷീൻ വാങ്ങിച്ചാൽ അത് ആജീവനാന്തം നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ല ആ കമ്പനി ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പം അതുണ്ടാക്കുന്ന കമ്പനി തന്നെ, ആ മെഷീനറി ഉണ്ടാക്കുന്ന കമ്പനി തന്നെ പറഞ്ഞിരിക്കും ഇതിൻ്റെ ലൈഫ് എത്രയാണ്. 10 വർഷം ഈ പ്രോഡക്റ്റ് ഈ ഡിവൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 15 വർഷത്തോളം ഈ മെഷീനറി ഉപയോഗിക്കാമെന്നൊക്കെ കൃത്യമായിട്ട് ലൈഫ് പറഞ്ഞിരിക്കും. അപ്പോൾ ആ ലൈഫാണ് ഈ ലൈഫ് ഓഫ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് പീരീഡിലായിരിക്കും അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ആ ലൈഫ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരും. ചിലപ്പോൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ ആയി കിടന്നിരിക്കും, നന്നാക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കംപ്ലയിൻ്റൊക്കെ വന്നിരിക്കും. അങ്ങനെയൊക്കെ വന്നിരിക്കാം. ഇപ്പോൾ കാറിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാരുതി കാറൊക്കെ ആണെങ്കിൽ ഒരു 18 വർഷം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാനൊക്കെ, 18 വർഷം ഒന്നും പോകത്തില്ല എന്നാലും നമുക്ക് പറയാം. അതിന് കൂടുതലാവുകയാണെങ്കിൽ ചിലപ്പം ഒരുപാട് പല കമ്പോണൻസ് കംപ്ലയിൻ്റ് ആയിരിക്കും. ചിലപ്പോൾ സസ്പെൻഷൻ കംപ്ലയിൻ്റ് ആയിരിക്കും, എഞ്ചിൻ പണി വന്നിരിക്കും, വേറെ ഒരുപാട് ഗിയർ ബോക്സ് കംപ്ലയിൻ്റ് ആയിരിക്കും. ചിലപ്പോൾ പിന്നെ അങ്ങോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചേരും. പിന്നെ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥ വരും, റോഡിൽ ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അപ്പോഴത്തേക്കും ഉപയോഗശൂന്യമായി കഴിയും.
അപ്പം ഈ വണ്ടി നേരെ ചൊവ്വേ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു പീരീഡിനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ പ്രോഡക്റ്റിനും കമ്പനി തന്നെ മിക്കവാറും പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും ആ ലൈഫ് എന്ന് പറയുന്ന സംഭവം പറയുന്നത്. അപ്പോൾ എക്സാമിന് നമ്മുടെ ഈ പ്രോബ്ലമായിട്ടൊക്കെ തരുന്ന സമയത്ത്, ന്യൂമറിക്കൽ പ്രോബ്ലം തരുന്ന സമയത്ത് ആ ഡിവൈസിന് അല്ലെങ്കിൽ ആ മെഷീനിൻ്റെ ലൈഫ് എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കും. അല്ല നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ക്വസ്റ്റ്യനിലൊക്കെ തന്നിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ആലോചിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. എന്തായിരുന്നാലും എന്താണ് ലൈഫ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ മെഷീൻ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു പീരീഡിനെയാണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ കമ്പനീസിലൊക്കെ ആണെങ്കിൽ ഒരു മെഷീൻ ഇറക്കിയ പർട്ടിക്കുലർ ലൈഫ് പറയും 10 വർഷമേ ഈ മെഷീൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ 10 വർഷമേ അവരത് ഉപയോഗിക്കത്തുള്ളൂ മിക്കവാറും. നല്ല കമ്പനിയൊക്കെയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോഴേക്കും ആ മെഷീനറി കളഞ്ഞിട്ട് പുതിയ മെഷീൻ വാങ്ങിച്ച് വയ്ക്കും. എന്നാലേ അതിനത്രത്തോളം പെർഫോമൻസ് കിട്ടത്തുള്ളൂ. കാരണം കൂടുതൽ കാലം കഴിയും തോറും അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ എന്ത് മെഷീനറി ആയിരുന്നാലും കൂടുതൽ കാലം ഉപയോഗിക്കുന്നതോറും വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചിലപ്പം കുറയും. ഇപ്പം ഒരു മണിക്കൂറിൽ 100 പ്രോഡക്റ്റ്സ് വെച്ച് ഉണ്ടായിക്കൊണ്ടിരുന്ന മെഷീൻ വാങ്ങിച്ച സമയത്ത് 1 മണിക്കൂറിൽ 100 പ്രോഡക്റ്റ്സ് വെച്ച് ഉണ്ടായിക്കൊണ്ടിരുന്ന മെഷീൻ ഒരു വർഷം 10 വർഷം കഴിയുമ്പോഴേക്കും 100 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെന്നില്ല. മേ ബി അവർ 70 എന്നോ അല്ലെങ്കിൽ 60 പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ എന്ന അവസ്ഥ വരാം. അതായത് പെർഫോമൻസ് കുറയും. എന്തായിരുന്നാലും അതിൻ്റെ മെഷീനിൻ്റെയൊക്കെ പെർഫോമൻസ് കുറയും. അപ്പോൾ പിന്നെ ആ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും നഷ്ടമേ ആ കമ്പനിക്ക് വരുള്ളൂ. കാരണം കംപ്ലയിൻസ് ഒക്കെ ഒരുപാട് വരും. ചിലപ്പോൾ പവർ കൺസപ്ഷനൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ടൊക്കെ ചിലപ്പം കൂടി കാണും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇനി ആ മെഷീൻ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് പുതിയ മെഷീൻ വാങ്ങിച്ച് വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ കമ്പനീസ് അതുകൊണ്ട് പുതിയ മെഷീൻ വാങ്ങിച്ച് വയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഒരു മെഷീനിൻ്റെ ലൈഫ് എത്തുമ്പോഴേക്കും അവർ ആ മെഷീനെ കളഞ്ഞിട്ട് പുതിയ മെഷീൻ വാങ്ങിച്ച് വയ്ക്കും. അപ്പം അതാണ് ഈ മെഷീൻ്റെ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലൈഫ് കഴിഞ്ഞാലും ഉപയോഗശൂന്യമാവുന്ന ആ ഒരു പീരീഡിനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് കഴിയുമ്പോഴേക്കും ഉപയോഗശൂന്യമാവും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ എന്നാലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നു എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രോബ്ലമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ലൈഫ് കഴിയപ്പം പിന്നെ അത് ഉപയോഗശൂന്യമാവുന്നു. അപ്പം ഉപയോഗശൂന്യമായ ആ ഒരു ഡിവൈസിന് സത്യം പറഞ്ഞ ഒരു മണി വാല്യൂ ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പം കാറിൻ്റെ കേസ് തന്നെ എടുക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 18-19 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ കാർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തും. എന്നാൽ പോലും ആ കാറിന് ഒരു വില വരും. അതായത് അറ്റ്ലീസ്റ്റ് ആ കാർ ഇരുമ്പ് കൊണ്ടാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. എഞ്ചിനും ബാക്കി കമ്പോണൻസ് ഒരുപാട് കാര്യങ്ങൾ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഇരുമ്പ് തൂക്കി വിറ്റാൽ തന്നെ നമുക്ക് ചിലപ്പോൾ കാശ് കിട്ടിയെന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗശൂന്യമായ ഒരു മെഷീനാണെങ്കിൽ പോലും, ഉപയോഗശൂന്യമായ ഒരു വെഹിക്കിൾ ആണെങ്കിൽ പോലും അതിന് ഒരു മണി വാല്യൂ ഉണ്ട്. ആ മണി വാല്യൂവിനെയാണ് ഈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഉപയോഗശൂന്യമായ ഒരു മെഷീനിൻ്റെ വില, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൾവേജ് വാല്യൂ എന്നൊക്കെ പറയാം. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വാല്യൂ പറയുന്നത്. പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും ലൈഫ് കഴിയുകയാണെങ്കിൽ, ആ പ്രോഡക്റ്റിൻ്റെ ലൈഫ് കഴിയുകയാണെങ്കിൽ പിന്നെ അതിന് സ്ക്രാപ്പ് വാല്യൂ എന്നതിൻ്റെ ആ ഒരു വിലയെ കാണത്തുള്ളൂ. ഇപ്പോൾ കാറിൻ്റെ കേസ് തന്നെ, ഇപ്പം നമ്മുടെ ഞാൻ ഈ പറഞ്ഞ മാരുതി കാറിൻ്റെ കാര്യം തന്നെ ഒരു 18 വർഷം കഴിയുമ്പോഴേക്കും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നെന്ന് കരുതുക. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മേ ബി ആ കാർ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10,000 രൂപയോ അല്ലെങ്കിൽ 20,000 രൂപയോ നമുക്ക് കിട്ടിയെന്നിരിക്കും. ആർക്കാണ് കൊടുക്കുന്നത്? അത് മിക്കവാറും വല്ല ആക്രിക്കും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ ഈ ആക്രി വില എന്ന് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് കേട്ടാണല്ലോ, നമ്മൾ മലയാളികളാണല്ലോ, ആക്രി വില എന്നൊക്കെ പറഞ്ഞു കാണല്ലോ. അപ്പോൾ അതായത് ആ ഒരു സംഭവം തന്നെയാണ് ഈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇരുമ്പ് വില എന്നോ അല്ലെങ്കിൽ ആക്രി വില എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിനാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൾവേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെഷീനറി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 10 ലക്ഷം രൂപയുടെ മെഷീനറി 10 വർഷം ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ ലൈഫ് കഴിയുന്നു. ലൈഫ് കഴിഞ്ഞാലും അതിൻ്റെ ആക്ച്വലായിട്ടുള്ള മണി വാല്യൂ 0 ആവുന്നില്ല. പകരം അതിനെന്തെങ്കിലും ഒരു വില കാണും. അറ്റ്ലീസ്റ്റ് ആ 10 ലക്ഷം രൂപയുടെ മെഷീനറി ഇരുമ്പ് കൊണ്ടായിരിക്കും ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽ കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെറ്റൽ തൂക്കി വിറ്റാലെങ്കിലും ചിലപ്പോൾ കുറച്ച് കാശ് കിട്ടിയിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ മെഷീൻ ചിലപ്പം അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ചിലപ്പം 20,000 30,000 ഒക്കെ ആയിരിക്കും. അത് ഡിപ്പെൻസ്, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ സ്ക്രാപ്പ് വാല്യൂവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉപയോഗശൂന്യമായ ആ മെഷീൻ്റെ വില, അത് സ്ക്രാപ്പിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, ഉപയോഗശൂന്യമായല്ലോ. അപ്പോൾ എന്നാൽ പോലും അതിനൊരു പർട്ടിക്കുലർ മണി വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ആ മണി വാല്യൂവിനെയാണ് ഈ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൾവേജ് വാല്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൾവേജ് വാല്യൂ ഒക്കെ തന്നിരിക്കും. ആ ഡിവൈസിൻ്റെ മെഷീനറിയുടെ ലൈഫ് എത്രയാണെന്ന് തന്നിരിക്കും, അതിൻ്റെ വാങ്ങിയപ്പോഴുള്ള പ്രൈസ് എത്രയാണെന്നൊക്കെ തന്നിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഡിപ്രീസിയേഷൻ, പെർ ഇയർ ഡിപ്രീസിയേഷനാണ് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇതാണ് നമ്മൾ ആക്ച്വലി മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത് ന്യൂമറിക്കൽ പ്രോബ്ലം വഴി. അപ്പോൾ ഇതാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തിയറി കുറച്ചൊന്ന് വായിച്ചു നോക്കാം. The reduction in the value and efficiency of the plant equipment or any fixed asset. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ മെഷീനറി, മെഷീൻ ഡിവൈസസ്, അതൊക്കെയാണ് ഫിക്സഡ് അസറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം reduction in the value of the value and efficiency of the plant equipment or any fixed asset because of wear and tear due to passage of time
യൂസ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ ആൻഡ് ഒബ്സലൻസ്. ഈ റീസണൊക്കെ കാരണം ഒരു ഫിക്സഡ് അസറ്റ്, ഒരു മെഷീനറിക്ക് അല്ലെങ്കിൽ ഡിവൈസിന് ഉണ്ടാകുന്ന മണി വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവ്, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറയുന്നത്. അത് വിയർ ആൻഡ് ടിയർ മൂലം ഉണ്ടാവാം, അല്ലെങ്കിൽ കാലം കഴിയുന്ന അനുസരിച്ച് വില കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ കാലാവസ്ഥ മാറുന്നതനുസരിച്ചൊക്കെ വില കുറയാം. കാരണം ഈ പുറത്ത് വച്ചിരിക്കുന്ന മെഷീനൊക്കെ ആണെങ്കിൽ പല പല സീസൺസ് കഴിയുന്നതനുസരിച്ച് ഈ വെയിലും മഴയൊക്കെ കൊണ്ടതനുസരിച്ച് കൂടുതൽ പഴകും. അപ്പോൾ അങ്ങനത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കൊണ്ട് ഡിപ്രിസിയേഷൻ ഉണ്ടാകും. പിന്നെ ഒബ്സലൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒബ്സലൻസ് എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു, അത് 10 വർഷത്തെ ലൈഫൊക്കെ തന്നിട്ടുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും പുതിയ ടെക്നോളജിയിലുള്ള മെഷീൻ വന്നു എന്ന് കരുതാം. പുതിയ ടെക്നോളജിയിലുള്ള മെഷീൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിൽ പ്രവർത്തിക്കാം. കുറച്ച് ലേബർ ടൈം മതി അത് വർക്ക് ചെയ്യാനായിട്ട്, കുറച്ച് കറണ്ടേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതിലുപയോഗിക്കുന്ന ടെക്നോളജി തന്നെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കാം. അത് വെച്ച് കൂടുതൽ പ്രോഡക്റ്റ്സ് ആകും, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം എന്നുള്ള അവസ്ഥയൊക്കെ വരും. അപ്പോൾ കമ്പനിക്ക് സത്യം പറഞ്ഞാൽ അവർ 2-3 വർഷം മുന്നേ ഒരു മെഷീൻ വാങ്ങിച്ചതേ ഉള്ളൂ. അത് പക്ഷേ പഴയ ടെക്നോളജി ആയപ്പോഴത്തേക്കും അവർ ചിലപ്പോൾ അന്ന് വാങ്ങിച്ച സമയത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മെഷീൻ വാങ്ങിച്ചത്. പക്ഷേ 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും പുതിയ ടെക്നോളജിയിലുള്ള മെഷീൻ വന്നു കഴിഞ്ഞു. അപ്പോൾ പുതിയ ടെക്നോളജിയുള്ള മെഷീൻ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവർ ഈ പഴയ മെഷീൻ ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് നഷ്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ മെഷീൻ്റെ ലൈഫ് എത്തിയിട്ടില്ല. ആ മെഷീൻ 10 വർഷത്തെ ലൈഫ് പറഞ്ഞ മെഷീനാണ്. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ ടെക്നോളജിയുള്ള മെഷീൻ വന്നു കഴിഞ്ഞു. പിന്നെ ആ കമ്പനി ആലോചിച്ച് നോക്കിയപ്പോഴേക്കും ലാഭം എന്ന് പറയുന്നത് പുതിയ മെഷീൻ അങ്ങ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ആ പഴയ മെഷീൻ എന്ത് ചെയ്യും? അത് കൊടുക്കും, വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ ആ മെഷീൻ്റെ ലൈഫ് എത്തുന്നതിന് മുന്നേ തന്നെ ആ മെഷീനെ കൊടുത്തിട്ട് പുതിയ മെഷീൻ വാങ്ങിച്ച് വെക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരിക്കും. അപ്പോൾ ആ റീസണൊക്കെ കൊണ്ടാണ് ഒരുപാട് ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇപ്പോൾ പുതിയ ടെക്നോളജിയുള്ള മെഷീൻ വന്നു കഴിയുമ്പോഴേക്കും പഴയ ടെക്നോളജിയിലുള്ള മെഷീൻ ഒരുപാട് ഡിപ്രിഷിയേറ്റ് ആയിപ്പോൾ, ഒരുപാട് എമൗണ്ട് പ്രൈസ് മണി വാല്യൂ ഒരുപാട് കുറഞ്ഞു വന്നിരിക്കും. അപ്പോൾ ആ റീസണൊക്കെ കൊണ്ട് അതിൻ്റെ ലൈഫ് എത്തിയില്ല എങ്കിൽ പോലും അതിൻ്റെ എമൗണ്ട് മണി വാല്യൂ ഒരുപാട് കുറഞ്ഞു വന്നിരിക്കും. അപ്പോൾ അതാണ് ഈ ഒബ്സലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിസിക്കൽ ഡിറ്റീരിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടെ വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നതനുസരിച്ച് ഡിപ്രീസിയേഷൻ ഉണ്ടാകും. നമുക്ക് കാറിൻ്റെ കേസിൽ തന്നെ പറഞ്ഞത് തന്നെയാണ്. കൂടുതൽ കിലോമീറ്റേഴ്സൊക്കെ ഓടിയെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറയും, അതായത് കൂടുതൽ എമൗണ്ട് ഡിപ്രീസിയേഷനായിട്ട് പോകും. അപ്പോൾ ഇതാണ് ഡിപ്രിസിയേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ പെർ ഇയർ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ എമൗണ്ട് ഫോർ എനി അസറ്റ് ഈസ് യൂഷ്വലി കാൽക്കുലേറ്റഡ് ഓൺ ഇയർലി ബേസിലാണ് സാധാരണ ഈ ഡിപ്രിസിയേഷൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞാലും ഞാനിവിടെ 25,000 പെർ ഇയർ എന്ന കണക്കാണ് പറഞ്ഞത്. ഇതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്ത് കണ്ടെത്തേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ഡിപ്രിസിയേഷനാണ്. 6 വർഷം കൊണ്ട് മൊത്തം എത്ര ഡിപ്രിസിയേഷൻ ഉണ്ട്, ടോട്ടൽ ഡിപ്രിസിയേഷനാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിപ്രിസിയേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് അടുത്ത ഒരു മെയിൻ കാര്യമാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. ഇത് ഞാൻ ആൾറെഡി കൺസെപ്റ്റ് പറഞ്ഞതാണ്, ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഡിപ്രിസിയേഷൻ മൂലം എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ എന്താണ്, ഡിപ്രിസിയേഷൻ ഉണ്ടാകാനുള്ള റീസൺ എന്താണ് എന്നാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ ഡ്യൂ ടു ഫിസിക്കൽ കണ്ടീഷൻ, അതായത് വിയർ ആൻഡ് ടിയർ ഉണ്ടാകുന്നത്, അതിൻ്റെ മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന വിയർ ആൻഡ് ടിയർ മൂലം അതിൻ്റെ മണി വാല്യൂ കുറയുന്നു. കൂടുതൽ കാലം ഉപയോഗിക്കുന്നതോറും കൂടുതൽ വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നു. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ നടക്കുന്നു. പിന്നെ ആക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സച്ച് ആസ് റസ്റ്റ്, ഹീറ്റ് ഓർ ഡീക്ക്, അതായത് തുരുമ്പിക്കുകയാണെങ്കിൽ ആ മെഷീൻ്റെ വില കൂടുതൽ കുറയും. അതായത് വിയർ ആൻഡ് ടിയർ മാത്രമല്ല പാർട്സൊക്കെ കമ്പോണൻസ് ഒക്കെ നേരെ ചൊവ്വേ സൂക്ഷിച്ചില്ല എങ്കിൽ പല പാർട്സുകളും തുരുമ്പിച്ച് തുടങ്ങും. അങ്ങനെ തുരുമ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് ഇതായി, ഐ മീൻ അതിൻ്റെ ഡിപ്രിസിയേഷൻ എമൗണ്ട്, അതായത് കൂടുതൽ എമൗണ്ട് കുറഞ്ഞു, കൂടുതൽ ഡിപ്രിസിയേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ഡീക്കെ, ഈ റബ്ബർ ബുഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഡീക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റബ്ബർ കമ്പോണൻസ് സാധാരണ ഇങ്ങനെയാണ്, കൂടുതൽ കാലം നിലനിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഡീക്കെ ആയി അത് ചീത്തയായി തുടങ്ങുമ്പോഴേക്കും അപ്പോൾ കൂടുതൽ മണി വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ, അതായത് ആക്സിഡൻസ്, എർത്തുകയൊക്കെ വരികയാണെങ്കിൽ ആ മെഷീനറിക്ക് ഡാമേജ് സംഭവിച്ചു. ഇപ്പോൾ ആക്സിഡൻറ്റ്, കാറിൻ്റെ കേസ് തന്നെയാണെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഫ്രണ്ട് കൊളീഷനൊക്കെ വന്ന വണ്ടിയാണെങ്കിൽ അതിൻ്റെ ലൈഫ് കുറയും അതിനനുസരിച്ച്. അപ്പോൾ അതൊക്കെ മൂലവും ഡിപ്രിസിയേഷൻ സംഭവിക്കാം. പിന്നെ പുവർ മെയിൻ്റനൻസ്, പിന്നെ നെഗ്ലക്റ്റ്, എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ശരിയാക്കാതെ പിന്നെ ഓട്ടിക്കുക, പുവർ മെയിൻ്റനൻസ് കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിലും കൂടുതൽ ഡിപ്രിസിയേഷൻ നടക്കും. നമ്മുടെ ഈ ടയോട്ട വണ്ടികൾക്ക് സാധാരണ വളരെ റീസെയിൽ വാല്യൂ ആണ്. മാരുതി വെഹിക്കിൾസിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ റീസെയിൽ വാല്യൂ ആണ് ടയോട്ട വണ്ടികൾക്ക് കിട്ടുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ സർവീസാണ്. ഏറ്റവും ബെസ്റ്റ് സർവീസാണ് ടയോട്ട കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വണ്ടിക്ക് ഒരു കുഴപ്പം വരത്തില്ല. സാധാരണ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടയോട്ടയുടെ എഞ്ചിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 lakh കിലോമീറ്റർ അല്ലെങ്കിൽ 8 lakh കിലോമീറ്റേഴ്സൊക്കെയാണ് അതിൻ്റെ എഞ്ചിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. മാരുതി വെഹിക്കിൾസിൻ്റെ എഞ്ചിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ആയുസ് ഏകദേശം തീരും. പക്ഷേ ടയോട്ടയുടെ വെഹിക്കിൾസ് 4-5 ലക്ഷം കിലോമീറ്റർ വരെ സുഖമായിട്ട് ഓടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.
അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സർവീസ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഉപയോഗിക്കുന്ന അത് ഉണ്ടാക്കിയിരുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി മാത്രമല്ല സർവീസ് ക്വാളിറ്റിയും അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് മെഷീൻ, ഏത് മെഷീനായാലും ഏത് വെഹിക്കിളായിരുന്നാലും കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള റീസെയിൽ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. മാരുതി വെഹിക്കിൾസ് റീസെയിൽ വാല്യൂ ഉള്ള മെയിൻ കാര്യം ഇത് തന്നെയാണ്, സർവീസ് ഉണ്ട്. പക്ഷേ അവിടെ സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് സർവീസിനല്ല കൂടുതൽ കേപ്പബിലിറ്റി, പുറത്ത് സർവീസിന് കൊടുക്കുക എന്നതാണ് അവരുടെ ഒരു സ്ട്രോങ് സൈഡ് എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 വർഷം മാത്രമേ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊടുക്കും. അതിനുശേഷം പുറത്തായിരിക്കും കൊടുക്കുന്നത്. പുറത്ത് കുറച്ചും കൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെക്കാനിക്സുകളുണ്ട്, അവർ കാര്യമായിട്ട് വണ്ടിയെ നോക്കി ശരിയാക്കി കൊടുക്കും. അപ്പോൾ അതാണ് മാരുതിക്ക് ഇത്രയും റീസെയിൽ വാല്യൂ. ഇഷ്ടംപോലെ സർവീസ് സെൻ്റർ ഉണ്ട്. ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിനെക്കാളും ഒരുപാട് നല്ലതെന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സാണ്. അപ്പോൾ അതാണ് മാരുതിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ്, ഈ ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം മോശമാവുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം മോശമാവുന്ന അത്രയും കൂടുതൽ ഡിപ്രീസിയേഷൻ ഡിവൈസിന് മെഷീനറിക്ക് സംഭവിക്കാം. അത് ആദ്യത്തെ ഫിസിക്കൽ കണ്ടീഷൻ മൂലം ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ. രണ്ടാമത്തത് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സിന് ആദ്യം പറയുന്നത് ഇൻഅഡ്വക്കസി എന്ന് പറയുന്നത് ഒരു മെഷീൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച്, കൂടുതൽ കാലം ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. മെഷീൻ വാങ്ങിച്ച് പുതിയതായിട്ട് ഉപയോഗിക്കുന്ന സമയത്തുള്ള അതിൻ്റെ അത്രത്തോളം പെർഫോമൻസ് ചിലപ്പം 5-6 വർഷം കഴിയുമ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പം പെർഫോമൻസ് ഇങ്ങനെ കാലാകാലങ്ങളിൽ കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പെർഫോമൻസ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനാണ് ഈ എക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ അകത്ത് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇങ്ങനെ എഫിഷ്യൻസി കുറയാനായിട്ട് ഒരുപാട് കാരണങ്ങൾ കാണാം. വിയർ ആൻഡ് ടിയർ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എഫിഷ്യൻസി കുറയാനുള്ള കാരണം. അപ്പോൾ എന്നാൽ പോലും അത് എക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇൻഅഡ്വക്കസി എന്ന രീതിയിൽ പറയുന്നത്. അത് ബേസിക്കലി എഫിഷ്യൻസി കുറയുന്നത് മൂലമുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ. പിന്നെ വരുന്നതാണ് ഈ ഒബ്സലൻസ് എന്ന് പറയുന്നത്. അതാണ് ടെക്നോളജിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജി മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സർട്ടൻ അസറ്റ്സ് ബിക്കം ഒബ്സൊല്യൂട്ട് ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ കസ്റ്റമർ ടേസ്റ്റ്, ചേഞ്ച് ഇൻ ഡിമാൻഡ്, അവൈലബിലിറ്റി ഓഫ് ന്യൂ എക്യുപ്മെൻറ്റ് ഇൻ മാർക്കറ്റ് പ്ലേസ്, കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് മോർ പ്രോഡക്ട്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി വിത്ത് ലെസ് ലേബർ ആൻഡ് പ്രോസസ്സിംഗ് ടൈം. അതായത് ടെക്നോളജി മാറുന്നതനുസരിച്ചോ, അല്ലെങ്കിൽ കസ്റ്റമറുടെ ടേസ്റ്റ് മാറുന്നതനുസരിച്ചോ, അല്ലെങ്കിൽ ഡിമാൻഡ് മാറുന്നതനുസരിച്ചോ ഒക്കെ അതിൻ്റെ ഡിപ്രീസിയേഷൻ കൂടുതൽ സംഭവിക്കാറുണ്ട്. ഇതും നമ്മുടെ കാറിൻ്റെ കേസിലൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പം സെഡാൻ എന്ന് പറയുന്ന കാറ്റഗറി സത്യം പറഞ്ഞാൽ ട്രെൻഡി അല്ല. കാരണം ആർക്കും സെഡാൻ വേണ്ട എന്ന അവസ്ഥയാണ്. ആൾക്കാർ സെയിൽസിൻ്റെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ കൂടുതലും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ SUVക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതേസമയം സെഡാൻ ഒന്നും ഇപ്പോൾ ആരും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലുണ്ട്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലും ഈ സെഡാൻ വണ്ടികൾക്ക് സാധാരണ ഡിമാൻഡ് കുറവാണ്. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ടും കുറയും, അതായത് ഡിപ്രീസിയേഷൻ കൂടും. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വണ്ടി കിട്ടും. ഡിമാൻഡ് കുറയുന്നതുകൊണ്ട് കുറച്ചും കൂടെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി നമുക്ക് കിട്ടും. അതായത് കുറഞ്ഞ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിപ്രീസിയേഷൻ കൂടുതലാണ്. വാങ്ങിച്ച പ്രൈസിനെക്കാളും ഒരുപാട് എമൗണ്ട് കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അത് കസ്റ്റമർ ടേസ്റ്റിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ടെക്നോളജി മാറുന്നതനുസരിച്ച് പുതിയ ടെക്നോളജിയിലുള്ള മെഷീനുകൾ കഴിയുമ്പം പഴയ ടെക്നോളജിയിലുള്ള മെഷീനിന് ഒരുപാട് വില കുറഞ്ഞു പോകും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒബ്സലൻസ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് അത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം എക്കണോമിക് ഫാക്ടേഴ്സാണ് ഡിപ്രീസിയേഷൻ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതും എക്സാമിന് ഒരു പക്ഷേ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഉദ്ദേശിക്കുന്നത് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന റീസൺസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പിന്നെ അടുത്തത് ടേംസ് യൂസ്ഡ് ഇൻ ഡിപ്രീസിയേഷൻ അനാലിസിസ്. നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ 1-2 ടേംസ് ചോദിക്കും. ഇത് സാൽവേജ് വാല്യൂ 2 ബുക്ക് വാല്യൂ 3 PPT തെറ്റിപ്പോയതാണ്, ശ്രദ്ധിക്കുക. ഇനിഷ്യൽ കോസ്റ്റ് ആദ്യത്തെ, രണ്ടാമത്തതാണ് സാൽവേജ് വാല്യൂ, മൂന്നാമത്തത് ബുക്ക് വാല്യൂ. ഇവിടെ 2 വന്നിട്ട് 2 അല്ല 3 ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ കോസ്റ്റ് എന്താണോ അതാണ് ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മെഷീൻ ആയിരുന്നാലും എക്യുപ്മെൻ്റ് ആയിരുന്നാലും എന്ത് അസറ്റ് ആയിരുന്നാലും അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് എന്താണോ അതാണ് ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ആ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് ലൈഫ് തീർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന വില എന്താണ്. ലൈഫ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ടെക്നിക്കലി പറയുന്നത്. അപ്പോൾ ലൈഫ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആക്രി വിലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ കിട്ടുന്ന വിലയാണ് ഈ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു എമൗണ്ടേ കിട്ടത്തുള്ളൂ. നമ്മൾ പർച്ചേസ് ചെയ്ത മെഷീൻ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിച്ചെങ്കിൽ പോലും അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 10,000 15,000 ഒക്കെ ആയിപ്പോവും. അപ്പം അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് തീർന്നതിന് ശേഷം ആ സാധനത്തിന് കിട്ടുന്ന വില, അതിനാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എഞ്ചിനീയേഴ്സ് അല്ല അക്കൗണ്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടേമാണ് ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ്റെ പ്രൈസ് നമ്മുടെ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്ത് വിലയാണ് എഴുതുന്നത് അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതിവിടെ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
ഒരു മെഷീൻ 1 lakh rupees കൊടുത്താണ് മെഷീൻ വാങ്ങിക്കുന്നത്. 2020 ഫിനാൻഷ്യൽ ഇയറിലാണ് ആ മെഷീൻ അക്കൗണ്ടിങ് രീതിയിലാണല്ലോ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 2020 ഫിനാൻഷ്യൽ ഇയറിലാണ് ആ മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്യുക. 1 lakh rupees ആയി. അതിൻ്റെ ഇയർലി ഡിപ്രീസിയേഷൻ 10,000 rupees ആണ്. അതായത് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ മണി വാല്യൂ 10,000 രൂപ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇയർലി ഡിപ്രീസിയേഷൻ 10,000 rupees ആണ്. നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിൽ അക്കൗണ്ടിങ്ങിൽ ഓരോ വർഷം കഴിയും ഓരോ ഫിനാൻഷ്യൽ ഇയറും കഴിയും തോറും അവർ അസറ്റിൻ്റെ കണക്കെടുക്കും. ഓരോ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ദിവസം അതിൻ്റെ കണക്ക് കാണിക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് അവർ ടോട്ടൽ അസറ്റിൻ്റെ എമൗണ്ട് മണി വാല്യൂ എത്രയാണെന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മണി വാല്യൂ കാണിക്കാൻ സമയത്ത് അവർ അക്കൗണ്ടിങ് ബുക്കിൽ ആദ്യത്തെ വർഷം എഴുതുന്നത്, അതായത് 2020 പർച്ചേസ് ചെയ്തത്. അപ്പോൾ 2020 അവർ ആ മെഷീൻ്റെ വിലയായിട്ട് കാണിക്കുന്നത് പർച്ചേസ് ചെയ്ത എമൗണ്ട് തന്നെയാണ് 1 lakh rupees ആയിരിക്കും കാണിക്കുന്നത്. എന്നാൽ 2021 ആകുമ്പോഴത്തേക്കും അവരുടെ ആ മെഷീൻ്റെ വിലയായിട്ട് അവർ അക്കൗണ്ടിങ് ബുക്കിൽ കാണിക്കുന്ന 90,000 rupees മാത്രമായിരിക്കും. കാരണം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ 10,000 രൂപ ഡിപ്രീസിയേഷൻ 10,000 rupees കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമേ അവർ അക്കൗണ്ടിങ് പർപ്പസിന് കാണിക്കാറുള്ളൂ. കാരണം ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ട് അവർ അക്കൗണ്ടിങ് പർപ്പസ് കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു വർഷം കഴിയുമ്പോൾ 2020 വാങ്ങിച്ച മെഷീൻ 2021 1 ലക്ഷം രൂപയാണെന്ന് കാണിക്കാനൊക്കത്തില്ല. കുറച്ച് എമൗണ്ട് കുറഞ്ഞ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടേ കാണിക്കത്തുള്ളൂ. ഇതേ മെഷീൻ തന്നെ 2022 അവർ അക്കൗണ്ടിങ് ബുക്കിൽ കാണിക്കുന്നത് ചിലപ്പോൾ 80,000 രൂപയെന്നായിരിക്കും. കാരണം 20,000 കുറച്ച് 2 വർഷം കൊണ്ട് 20,000 കുറഞ്ഞിട്ടുണ്ട്. 2023 അതേ മെഷീൻ അവർ 70,000 അവർ കാണിക്കത്തുള്ളൂ. അപ്പം അക്കൗണ്ടിങ് ബുക്കിൽ അവർ കാണിക്കുന്ന വാല്യൂ എന്താണോ അതാണ് ഈ ബുക്ക് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത് അക്കൗണ്ടിങ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ബുക്ക് വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് അസറ്റ് റിക്കോർഡഡ് ഓൺ ദി അക്കൗണ്ടിങ് ബുക്സ് ഓഫ് ദ ഫിലിം അറ്റ് എ ഗിവൺ ടൈം പീരീഡ്. അപ്പോൾ ഓരോ വർഷവും ആ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് കാണിക്കേണ്ടത്. ഇറ്റ് ഈസ് ജനറലി കാൽക്കുലേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇയർ. ഇവിടെ ഈച്ച് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ്. Book value at the end of a given year equals the initial cost less the total depreciation amount till that year. Initial cost നിന്ന് അത്രയും വർഷത്തെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണോ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് സാധാരണ കാണിക്കട്ടെ. ഇപ്പോൾ 2023 എന്ന് പറയുമ്പോൾ മെഷീൻ വാങ്ങിച്ചിട്ട് 3 വർഷത്തോളമായി. അപ്പോൾ 3 വർഷം കൊണ്ട് 30,000 rupees ആണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ 1 lakh 30,000 rupees കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഇവർ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. പിന്നുള്ള യൂസ്ഫുൾ ലൈഫ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം എത്ര നാൾ ആ മെഷീൻ ഉപയോഗിക്കാം. വലിയ പെർഫോമൻസ് ഉപയോഗിക്കും തോറും കുറയും എങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പെർഫോമൻസിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ആ മെഷീനറി എത്ര നാൾ ഉപയോഗിക്കാം, അതിനാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അത് ഇപ്പം ഒരു മെഷീൻ ഇപ്പോൾ ഒരു കമ്പനി വാങ്ങിച്ചത് ചിലപ്പോൾ 10 വർഷം ഉപയോഗിച്ചത് വേറെ ഒരു കമ്പനി വാങ്ങിക്കപ്പം ചിലപ്പോൾ 15 വർഷം ഉപയോഗിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ എന്നാൽ പോലും ആ മെഷീനറി ഉണ്ടാക്കിയ കമ്പനി അതിൻ്റെ ലൈഫ് പറയുന്നുണ്ട്. അപ്പോൾ ആ ലൈഫിലാണ് അതിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റാണ് ഇവിടെ യൂസ്ഫുൾ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ്ഫുൾ ലൈഫ് റെപ്രസെൻറ്റ്സ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ദി അസറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ടേംസ് ഓഫ് ജനറേറ്റിംഗ് റവന്യൂ. The asset may still be in working condition after the useful life, but it may not be economical. അതായത് ഈ യൂസ്ഫുൾ ലൈഫ് പറയുന്നതിനേക്കാളും അത് തീർന്നാൽ പോലും ആ മെഷീൻ വർക്കിംഗ് ആയിരിക്കാം, പക്ഷേ നഷ്ടമായിരിക്കും. പിന്നെ ആ മെഷീൻ ഉപയോഗിക്കുന്നത് നഷ്ടമായിരിക്കാം എന്നാണ് പറയുന്നത്. കമ്പോണൻസ് ഒക്കെ ഒരുപാട് കംപ്ലൈൻ്റ് ആയിരിക്കും, കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തെന്നിരിക്കും, ആവശ്യത്തിന് സ്പീഡും പെർഫോമൻസ് ഒന്നും കിട്ടത്തില്ല. അപ്പം വർക്കിംഗ് ആണ് എങ്കിൽ പോലും അത്രത്തോളം എക്കണോമിക്കലായിരിക്കത്തില്ല പിന്നെയും ആ മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പം അതിനേക്കാളും നല്ലത് പുതിയൊരു മെഷീൻ വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഈ യൂസ്ഫുൾ ലൈഫ് എന്നതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡെപ്രീഷ്യബിൾ ലൈഫ് എന്നും ചില ടെക്സ്റ്റ് ബുക്കിൽ പറയാറുണ്ട്. അപ്പോൾ എന്താ ഇതാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്ന സംഭവം. ഇനി ഇതാണ് അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. 4 മെത്തേഡ്സ് ഉണ്ട് ഈ ഡിപ്രീസിയേഷൻ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. 4 മെത്തേഡ്സാണ് ഇവിടെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 3 സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 3 എടുത്ത് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 4മത്തതും കൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ബേസിക്കായിട്ട് ഈ 4 മെത്തേഡ്സാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന മെത്തേഡ്സാണ്. ഇതൊന്നും റിയൽ ലൈഫിലൊന്നും ഉപയോഗിക്കത്തില്ല. കൺസെപ്റ്റ് തന്നെ അറിയാമല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ മെത്തേഡ്സ് എല്ലാം പഠിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല നമ്മളൊരു കമ്പനി ചെല്ലപ്പോൾ ഈ മെത്തേഡ്സ് ഒന്നും ഉപയോഗിച്ചൊന്നും ആയിരിക്കത്തില്ല അവർ ഡിപ്രീസിയേഷൻ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പരീക്ഷ എഴുതി മാർക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഈ മെത്തേഡ്സ് എല്ലാം പഠിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല റിയൽ ലൈഫുമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വീഡിയോയിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഇതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ബാക്കി 3 നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്
അപ്പോൾ ഇതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള സൈഡൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എക്സാമിന് എഴുതപ്പോൾ ഇത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 8 മാർക്സിനോ അല്ലെങ്കിൽ 10 മാർക്സിനോ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 4 സംഭവങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത്, ഈ 4 ഇക്വേഷനൊക്കെ ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് ഇക്വേഷനൊക്കെ എഴുതി നിങ്ങൾ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ എഴുതണം. എല്ലാത്തിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്, എല്ലാത്തിനും ഇക്വേഷനുണ്ട്. അപ്പോൾ ഇക്വേഷനൊക്കെ എഴുതി അതിൻ്റെ എന്താണ് സംഭവം, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ വെച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവം ഈ മെറിറ്റും ഡിമെറിറ്റും ഒന്നും ഞാൻ അങ്ങനെ പറയാനായിട്ട് നിൽക്കുന്നില്ല, അതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സിമ്പിളാണ്. അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മാത്രം ഞാൻ പറയാം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഡി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓരോ വർഷവും എത്ര എമൗണ്ട് വെച്ച് കുറഞ്ഞു, അതായത് ഡിപ്രിസിയേഷൻ, അതിനെ ആനുവൽ ഡിപ്രിസിയേഷൻ ചാർജസ് എന്ന് പറയും. അതിനെ ഡി എന്ന ആൽഫബറ്റ് വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഡി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതിന് C-S/N എന്നാണ് ഇക്വേഷൻ പറയുന്നത്, സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. ഈ സി എന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, റിപ്പയർ കോസ്റ്റ്, ഈ 3 കൂടെയുള്ള വാല്യൂവിൻ്റെ ടോട്ടലാണ് ഈ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ, എസ് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആണ്, ഇൻ റുപ്പീസ് സ്ക്രാപ്പ് വാല്യൂ ആണ്. ആ സ്ക്രാപ്പ് വാല്യൂവിനെ റെഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ആ കിട്ടുന്ന തുകയെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ എൻ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ ഇയേഴ്സ് ആണ്. അത് കമ്പനി, ആ മെഷീനറി ഉണ്ടാക്കിയ കമ്പനി തന്നെ പറഞ്ഞിരിക്കുക അതിൻ്റെ ലൈഫ് എത്രയാണെന്ന്. ആ ലൈഫിനെ എൻ എന്ന് പറഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡിപ്രിസിയേഷൻ എമൗണ്ട് കിട്ടും. ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഓരോ വർഷം, എല്ലാ വർഷവും കോൺസ്റ്റൻറ്റ് വാല്യൂ, അതായത് ഇപ്പം 20,000 ആണ് ഡിപ്രിസിയേഷൻ എമൗണ്ട് എങ്കിൽ ആദ്യത്തെ വർഷം ആ ഡിവൈസിൻ്റെ 20,000 പറയുന്നു, രണ്ടാമത്തെ വർഷം പിന്നെയും 20,000 പറയുന്നു, മൂന്നാം വർഷം പിന്നെയും 20,000 പറയുന്നു, കുറയുന്നു. എൻ്റെ കൺസെപ്റ്റാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ട് ഓരോ വർഷവും കുറയും എന്നുള്ള കൺസെപ്റ്റാണ് ഈ മെത്തേഡ് പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. നമ്മളൊരു മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യത്തെ 3-4 വർഷം അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും, കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല, പ്രശ്നമൊന്നും വരത്തില്ല, പെർഫോമൻസിലും കുറവൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ റീസെയിൽ വാല്യൂ നമുക്ക് ആദ്യത്തെ വർഷങ്ങളിൽ കിട്ടും. അതേസമയം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ലൈഫ് തീരാറാവുന്ന സമയത്തായിരിക്കും ചിലപ്പം കൂടുതൽ കംപ്ലയിൻസ് ഒക്കെ വരുന്നത്, ഇതിൻ്റെ പെർഫോമൻസ് കുറയുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് കൂടുതൽ വാല്യൂ അങ്ങ് ഡിപ്രിസിയേഷൻ നടക്കും. അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഓരോ വർഷവും കൃത്യ എമൗണ്ട് വെച്ച് കുറയും, ഈക്വൽ എമൗണ്ട് വെച്ച് എല്ലാ വർഷവും കുറയും എന്ന കൺസെപ്റ്റ് റിയൽ ലൈഫിലില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ കൺസെപ്റ്റ്, ഈ മെത്തേഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. എല്ലാ വർഷവും ഈക്വൽ എമൗണ്ട് വെച്ച് കുറയും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അഡ്വാൻറ്റേജസ് ഒന്നെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, ഈസിയാണ് മനസ്സിലാക്കാനും അത് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ആ ഒരു ഇതുണ്ട്. പക്ഷേ അതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള റെപ്രിസിയേഷൻ ഉണ്ടാകത്തില്ല, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും റെപ്രിസിയേഷൻ കൂടുന്നത്. പക്ഷേ ഈ മെത്തേഡ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഡിപ്രിസിയേഷൻ സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അതാണ് ആദ്യത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ലിമിറ്റേഷൻ. അതിൻ്റെ ബാക്കിയായിട്ടുള്ള 2-3 ഡിമെറിറ്റ്സും കൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ഇതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 2 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ആദ്യത്തെ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രോബ്ലമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഓഫ് ആൻ എക്യുപ്മെൻറ്റ് കോസ്റ്റിംഗ് 24,000 ഈസ് 1,000 റുപ്പീസ്. അതായത് 24,000 രൂപ വിലയുള്ള ഒരു മെഷീൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,000 എന്നാണ് പറയുന്നത്. ഈ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു കമ്പനി ചെന്നൊരു മെഷീൻ വാങ്ങിക്കുന്നു, ലെറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10 ലക്ഷം രൂപ കൊടുത്തൊരു വലിയൊരു മെഷീൻ വാങ്ങിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ മെഷീൻ വാങ്ങിച്ച മെഷീന് 10 ലക്ഷം രൂപയായിരുന്നാൽ പോലും അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് നമ്മൾ മേ ബി ഒരു 50,000 രൂപയും കൂടെയൊക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഈ സാധാരണയുള്ള രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ആ മെഷീൻ ഇവിടെ കൊണ്ടുവരണം. എവിടെയാണ് ഇപ്പം കമ്പനി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് വാങ്ങിച്ച കമ്പനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ കോയമ്പത്തൂരൊക്കെ ആയിരിക്കും സാധാരണ ഈ വലിയ വലിയ മെഷീനറിയൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് പല പല ഭാഗങ്ങളിലേക്ക് മെഷീൻ എത്തിച്ച് അത് അവിടെ ഇറക്കി വെച്ചിട്ട് അത് ഇൻസ്റ്റാളേഷനും കൂടെ നടത്തണം. അതായത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് ഒക്കെ ചെയ്ത് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയും കൂടെ വേണം. മറ്റുള്ള മെഷീനുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ ലിങ്ക് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതൊക്കെയാണ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള ചാർജ് വേണ്ടിയിട്ട് ആ ചാർജും കൂടെ ഈ മെഷീൻ വാങ്ങിക്കുന്ന കമ്പനി തന്നെ പേ ചെയ്യേണ്ടി വരും. അതാണ് കൺസെപ്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ ലെയ്ത്ത്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ലെയ്ത്ത് നിങ്ങളൊക്കെ ചെയ്തു കാണുമല്ലോ, ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെയ്ത്തുകളെല്ലാം വന്ന സമയത്ത് അത് കോയമ്പത്തൂരിൽ നിന്നാണ് ലെയ്ത്ത് വന്നത്. 8-9 ലെയ്ത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കോയമ്പത്തൂരിന് വന്ന സമയത്ത് ആ കമ്പനിക്കാർ തന്നെ ഒരു 4-5 എംപ്ലോയീസിനെ കൂടെ വിട്ടു. കാരണം ആ ലെയ്ത്ത് ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തും കൂടെ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ചുമതലയാണ്. അതിനനുസരിച്ചുള്ള ചാർജും ആവും. അപ്പോൾ ഈ എംപ്ലോയീസ് വന്ന സമയത്ത് അവർക്ക് ഉള്ള അക്കോമഡേഷൻ അവർ 4-5 ദിവസം എടുത്താണ് ഈ ലെയ്ത്ത് എല്ലാം ഇവിടെ ഫിക്സ് ചെയ്തത്, അവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അകത്ത്. അപ്പോൾ ആ സമയത്ത് ഈ 4-5 ദിവസം ആ എംപ്ലോയീസിനുള്ള അക്കോമഡേഷനും അവർക്കുള്ള ഫുഡും മറ്റ് ചിലവും എല്ലാം വഹിച്ചത് കോളേജാണ്.
അപ്പോൾ ഈ ചിലവാണ് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അന്നത്തെ അവർ നിന്ന് 4-5 ദിവസത്തെ ശമ്പളം നമ്മൾ കോളേജ് കൊടുക്കേണ്ടതാണ്. പ്രൈവറ്റ് കോളേജൊക്കെ ആണെങ്കിൽ ശമ്പളം കൂടെ കൊടുക്കേണ്ടി വന്നായിരുന്നു. പക്ഷേ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് അതിൻ്റെ ശമ്പളം കമ്പനിക്കാർ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തന്നെ കൊടുക്കാൻ, അല്ല കമ്പനി ഫ്രീ ആയിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ AC ഒക്കെ വയ്ക്കുന്നതാണെങ്കിൽ AC വയ്ക്കാൻ ഇൻസ്റ്റലേഷൻ ചാർജ് നമ്മൾ തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതും കൂടെ ഈ മെഷീൻ്റെ കോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം 24,000 രൂപയുടെ മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് 1,000 റുപ്പീസും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് 10 years എന്നും കൊടുത്തിട്ടുണ്ട്. അത് കമ്പനി തന്നെ പറയും 10 years ആണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ്. ദ സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദി യൂസ്ഫുൾ ലൈഫ് ഈസ് 5,000. അപ്പോൾ അതിൻ്റെ ഈ 10 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 5,000 രൂപ മാത്രമേ ഉള്ളൂ. അതാണ് സ്ക്രാപ്പ് വാല്യൂ. കാൽക്കുലേറ്റ് ദി ഇയർലി ഡിപ്രീസിയേഷൻ ബൈ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നും ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയർലി ഡിപ്രീസിയേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച്, അതായത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ മെഷീൻ ആഫ്റ്റർ 5 years. ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ്. എന്നാൽ 5 വർഷം കഴിഞ്ഞ് ആ മെഷീൻ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എത്ര കിട്ടും എന്നുള്ള ആ ഒരു വാല്യൂ കൂടെ നമ്മൾ കണ്ടെത്തണം. അതാണ് ഈ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ മെഷീൻ ആഫ്റ്റർ 5 years എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇക്വേഷൻ. അതിൽ C എന്ന് പറയുന്നത് വെച്ചാൽ ഈ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ്, അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റും അതിന് ഇൻസ്റ്റലേഷൻ ചാർജും കൂടെ ചേർത്താണ് C എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നമ്മളിവിടെ സം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് മൈനസ് ചെയ്യുന്നത്, -5,000 കൊടുത്തിട്ടുണ്ട്. ഡിവൈഡ് ബൈ N ആണ്. N എന്ന് പറഞ്ഞാൽ ലൈഫ് എത്രയാണെന്നത് 10 years കൊടുത്തിട്ടുണ്ട്. ഇത് 10 years ഇവിടെ എഴുതുന്നു. നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേക്കും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് 2,000 റുപ്പീസ് എന്ന് കിട്ടും. ഈ 2,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 2,000 രൂപ വെച്ച് കുറയും. ആ മെഷീൻ്റെ വില 2,000 രൂപ വെച്ച് കുറയും എന്ന കൺസെപ്റ്റാണ് അവർ പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, 5 വർഷം കഴിയുമ്പോഴേക്കും ആ മെഷീന് എത്ര വില കിട്ടും എന്നാണ് നമുക്കിനി കണ്ടെത്തേണ്ടത്. അപ്പോൾ മെഷീൻ്റെ വില 25,000, മെഷീൻ്റെ വില 24,000 ആണെങ്കിൽ പോലും ഇൻസ്റ്റലേഷൻ ചാർജും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 25,000. അപ്പോൾ 25,000 എന്ന് പറയുന്ന മെഷീൻ 5 വർഷം കൊണ്ട് 2,000 രൂപ വെച്ച് ഓരോ വർഷം 2,000 രൂപ വെച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷം 2,000 രൂപയാകുമ്പോൾ 5 വർഷം കൊണ്ട് 10,000 രൂപയാണ് കുറയേണ്ടത്. അതാണ് ഇവിടെ 2,000 × 5 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാർജിൻ്റെ കൂടെ അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റിൻ്റെ കൂടെ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് 5 വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറയ്ക്കുമ്പോഴേക്കും 15,000 എന്ന് കിട്ടും. ഈ 15,000 ആണ് റീസെയിൽ വാല്യൂ. 5 വർഷം കഴിഞ്ഞ് ആ മെഷീൻ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ 15,000 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. കാര്യങ്ങളെല്ലാം തന്നിരിക്കും. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇതാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള 3 മെത്തേഡ് പഠിക്കാം. അത് 8ാമത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 3 മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.